ടു മൈ ചാനൽ. ഇന്നൊരു പുട്ടും കടലക്കറി ഉണ്ടാക്കിയാലോ? പുട്ടിന് വേണ്ട പൊടിയെല്ലാം നനച്ച് വെച്ചിട്ടുണ്ട്. ഇച്ചിരി തേങ്ങായും തിരുമ്മി വെച്ചിട്ടുണ്ട്. നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കടലക്കറി ഉണ്ടാക്കാം. കടലയെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസുകൾ നമ്മുടെ സവാള, കൊച്ചുള്ളി, തക്കാളി, ഇഞ്ചി ചതച്ചത് എല്ലാം എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്വല്പം കടല വേവിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് അരച്ച് ചേർക്കാനാണ്. പൊടികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി ഇതിൻ്റെ കൂടെ ചേർത്ത് കടലക്കറി ഉണ്ടാക്കാം. കടലക്കറിക്ക് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ചീനിച്ചട്ടിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമ്മുടെ കടലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വേവിച്ച ശേഷം നമുക്ക് നമ്മുടെ അരപ്പിനകത്തോട്ട് നമ്മളൊരു ശകലം കടലയും കൂടി ഇട്ട് ചേർത്ത് അരച്ചോണ്ട് വന്നതാണ്. അതും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. ഞാൻ വെള്ളക്കടലയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ പുട്ടെല്ലാം നന്നായിട്ടായിട്ടുണ്ട്. നമ്മുടെ പുട്ടും കടലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ ബൈ.